ഹായ് ഹലോ വെൽക്കം ടു സിയാസ് ക്രിയേഷൻസ് എ ടു സെഡ് സ്റ്റിച്ചിങ് ട്രിക്സ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ അങ്കമാലിയിലെ അറ്റ്ലസ് കൺവെൻഷൻ സെൻറ്ററിൽ നടന്ന കേരള ഫാഷൻ എക്സ്പോ 2025 കാണാനായിട്ട് പോയതിൻ്റെ വീഡിയോ ആണ്. രാവിലെ 5:15 ബസ്സിന് ഞാൻ എഴുമറ്റൂരിൽ നിന്ന്, എൻ്റെ നാട് എഴുമറ്റൂരാണ്, പത്തനംതിട്ട ജില്ലയിൽ എഴുമറ്റൂർ നിന്നും അങ്കമാലിയിലേക്ക് പോയി. നമുക്കിവിടുന്ന് 129 കിലോമീറ്റർ ഉണ്ട്. രാവിലെ 9:15 ആയപ്പോഴേക്കും ഞാൻ അവിടെ എത്തി. അപ്പോഴേക്കും ഇത് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നേരത്തെ രജിസ്റ്റർ ഒന്നും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ സ്പോട്ട് രജിസ്ട്രേഷനിലാണ് ഞാൻ രജിസ്റ്റർ ചെയ്തത്. എല്ലാം കമ്പ്യൂട്ടറൊക്കെ സെറ്റാക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റാഫൊക്കെ വന്ന് കമ്പ്യൂട്ടർ സെറ്റാക്കി. അപ്പോൾ നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ID കാർഡ് ലഭിക്കും. ബയ്യറിൻ്റെ ID കാർഡാണ്. അതിട്ടുകൊണ്ട് നമ്മളെ അകത്തേക്ക് കയറ്റത്തുള്ളൂ. ഫസ്റ്റ് കയറുമ്പോഴേക്കും ഓൾറെഡി ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ആളുകൾക്കുള്ളതാണ് ഇടത്ത് സൈഡിലെ കൗണ്ടർ. ഓരോ സ്റ്റോളും റെഡിയായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആദ്യം തന്നെ 3-ാം തീയതി ആദ്യം തന്നെ കയറിയതുകൊണ്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് കൗണ്ടർ നമുക്ക് ഏറ്റവും അവസാനമാണ് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ സ്റ്റാളുകളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ, കാരണം അവിടെ വീഡിയോ അനുവദിക്കുന്നില്ലാത്തതുകൊണ്ട് കുറച്ചിടം ഇങ്ങനെ എടുത്ത് വന്നപ്പോഴേക്കും അവർ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഏതായാലും ജസ്റ്റ് ആദ്യം ഞാൻ എടുത്തൊക്കെ വീഡിയോ ഇടാം. നല്ല നല്ല കളക്ഷൻസാണ്. വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് കുറവൊന്നുമല്ല, അത്യാവശ്യം നല്ല റേറ്റൊക്കെ തന്നെയുണ്ട്. പിന്നെ നല്ല നല്ല കളക്ഷൻസും മെറ്റീരിയൽസും ഒക്കെ കാണാൻ പറ്റി. ഇത് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് വിസിറ്റിംഗ് കാർഡ് അവിടെ കൊടുക്കണം. നമുക്ക് വിസിറ്റിംഗ് കാർഡ് കൊടുത്തു കഴിയുമ്പോഴാണ് നമ്മളെ അകത്തേക്ക് കയറ്റുന്നത്. പിന്നെ ഓരോ സ്റ്റോളിലും നമ്മുടെ വിസിറ്റിംഗ് കാർഡ് ചോദിക്കും. അവിടെ നമുക്ക് കൊടുക്കാം. പിന്നെ അവരുടെ വിസിറ്റിംഗ് കാർഡ് നമുക്ക് തരും. നമുക്ക് വേണ്ട സ്റ്റോളിൽ നമ്മൾ കയറി കണ്ടിട്ട്, മൊത്തം കയറി കണ്ടു, അതിൽ നിന്ന് നമുക്ക് വേണ്ട സ്റ്റോളിലെ മെറ്റീരിയൽസിൻ്റെയും റെഡിമെയ്ഡ് ഡ്രസ്സസിൻ്റെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടതും വില അഫോർഡബിൾ ആയിട്ടുള്ളതൊക്കെ നമുക്ക് നോക്കി അവിടുത്തെ ID കാർഡ് മേടിക്കാം. നമ്മുടെ പേര് അവിടെ അവരുടെ ബുക്കിൽ എഴുതി കൊടുത്തിട്ട് നമുക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ അപ്പോൾ ഓർഡർ ചെയ്യാം. നമുക്ക് നേരിട്ട് അപ്പോൾ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് അവിടെ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും മെറ്റീരിയൽസോ ഡ്രസ്സോ സാരീസോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കോഡ് നമ്പറും വെച്ചിട്ട് നമുക്ക് അവിടെ ഓർഡർ കൊടുക്കാം. 4 എണ്ണം മിനിമം, അതായത് ഒരു ബണ്ടിലിൽ 4 എണ്ണമായിരിക്കും വരുന്നത്. ആ ഒരു കളറായിരിക്കും, ചിലപ്പം സൈസസ് വെച്ചിട്ട് ഒരു ബണ്ടിലായിരിക്കും വരുന്നത്, ഒറ്റ കളറിൻ്റെ. അങ്ങനെ നമുക്ക് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധനം അവർ അയച്ചു തരുവാണ് ചെയ്യുന്നത്. ഞാൻ എല്ലാം ജസ്റ്റ് കണ്ട് എല്ലാം ഒന്ന് നോക്കി അഡ്രസ്സൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങ് പോന്നു. നല്ല നല്ല വർക്കുള്ള തരം മെറ്റീരിയൽസും ചുരിദാർ സെറ്റുകളും സാരീസും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നല്ല മെറ്റീരിയലാണ്, ഓരോന്നും ഓരോ ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത്. എല്ലാ സ്റ്റോളിലും കയറി കണ്ടു. പിന്നെ അവിടെ ഫുഡ് ഉണ്ടായിരുന്നേ. 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഫുഡ് കഴിച്ചു. നെയ് റോസ്റ്റും ദോശയായിരുന്നു ഉണ്ടായിരുന്നത്, ഉഴുന്നുവടയും. ചായ ഉണ്ടായിരുന്നു. അതിന് ബാക്കി സ്റ്റോളുകളും കൂടി കണ്ടതിന് ശേഷം ഏകദേശം 2 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തിരിച്ചു പോന്നു.